ഈ കാണുന്ന ടെക്സ്റ്റ് ഫയൽ ക്ലിപ്പിൻ്റെ ടോപ്പിലേക്ക് പ്ലേസ് ചെയ്യാം. ഈ കാണുന്ന ടെക്സ്റ്റ് ഫയലിൽ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ട്. നമുക്ക് ഈ ബ്ലാക്ക് പോർഷനാണ് റിമൂവ് ചെയ്യേണ്ടത്. ഇതിനു വേണ്ടി ഫ്യൂഷൻ ടാബിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇവിടെ കാണുന്ന മീഡിയ ഇൻ നോഡിൽ ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് പ്ലസ് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യാം. ദെൻ സെർച്ച് ഫോർ ലൂമ കിയർ എഫക്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ഫയൽ ഉണ്ടായിരുന്ന ആ ബ്ലാക്ക് പോർഷൻ റിമൂവ് ആയിട്ടുണ്ട്. ദെൻ സ്വിച്ച് ബാക്ക് ടു ദി എഡിറ്റ് പേജ്. ക്ലിപ്പിലുണ്ടായിരുന്ന ബ്ലാക്ക് പോർഷൻ കംപ്ലീറ്റ് ആയി റിമൂവ് ആയിട്ടുണ്ട്. ലൂമ കിയർ യൂസ് ചെയ്ത് നമുക്ക് ബ്ലാക്കിന് പകരം വൈറ്റ് പോർഷൻ റിമൂവ് ചെയ്ത് നോക്കാം. ഫ്യൂഷൻ ടാബിൽ അണ്ടർ ഇൻസ്പെക്ടറിൽ ഈ കാണുന്ന ഇൻവേർട്ട് ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ വൈറ്റ് ഓപ്ഷൻസ് എല്ലാം റിമൂവ് ആയതായി കാണാം. എഡിറ്റ് പേജിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കിയാൽ ടെക്സ്റ്റ് ഫയലിൽ വൈറ്റ് പോർഷൻസ് എല്ലാം റിമൂവ് ആയതായും ബ്ലാക്ക് പോർഷൻ എല്ലാം അവിടെ ഉള്ളതായും കാണാം. സോ ഇത് ഫിക്സ് ചെയ്യുന്നതിനായി നമുക്ക് ഫ്യൂഷൻ ടാബിൽ പോയി ഈ കാണുന്ന ഇൻവേർട്ട് ഓപ്ഷൻ ഡിസേബിൾ ചെയ്യാം. ദെൻ കം ബാക്ക് ടു എഡിറ്റ് പേജ്. ടെക്സ്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ കോമ്പൗണ്ട് ക്ലിപ്പ് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കാം. എഗെയിൻ ഫ്യൂഷനിലേക്ക് സ്വിച്ച് ചെയ്യാം. സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. മീഡിയ ഇൻ നോഡ് ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് പ്ലസ് സ്പേസ് ബാർ പ്രസ് ചെയ്യാം. ദെൻ സെർച്ച് ഫോർ ലൂമ കിയർ എഫക്റ്റ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല. ബിക്കോസ് ടെക്സ്റ്റ് ഫയലിൽ ബ്ലാക്ക് പോർഷൻസ് ഒന്നും തന്നെ ഇല്ല. സോ എനേബിൾ ദ ഇൻവേർട്ട് ഓപ്ഷൻ. വൈറ്റ് പോർഷൻ ഫുള്ളായി റിമൂവ് ആയിട്ടുണ്ട്. ഫൈനൽ റിസൾട്ട് കാണുന്നതിനായി എഡിറ്റ് പേജിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന വീഡിയോ ആൻഡ് ടെക്സ്റ്റ് ഫയൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കൺസിഡർ സബ്സ്ക്രൈബ്.